എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറച്ച് ദിവസത്തിന് ഞാൻ തിരിച്ചു വരണമെന്നുള്ള എൻ്റെ കൊച്ചിൻ്റെ പ്രാർത്ഥന, എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ആയിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്ന് നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ രേണു പുതിയ അളവുമായിട്ട് എത്തിയിരിക്കുകയാണ്. രേണു ഇപ്പം ചേച്ചിയെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അത് മാത്രമല്ല കുറച്ച് മരുന്നിന്റെ ലിസ്റ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നു, പിന്നെ ഒരു ബില്ല് എടുത്ത് കാണിക്കുന്നു. അത് തങ്കച്ചന്റെ ബില്ലാണ് എടുത്ത് കാണിക്കുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും കുറച്ച് കമന്റ് ഇടുന്ന കമന്റോളികളും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന കുടുംബത്തിന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എങ്കിലും ആ കുടുംബത്തിനെ വെച്ച് ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസുഖമില്ല, അവർക്ക് എന്താ പറയുക ഇങ്ങനത്തെ ഒരു ക്യാൻസർ അല്ല, അവർക്ക് എന്താ പറയുക ഇത്രയും രൂപയുടെ മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഒരു വോയിസ് അടക്കം വിട്ടിരുന്നു. ഈ രോഗം എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല, പലർക്കും പല രീതിയിലാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഇപ്പം ഡയബറ്റിക്സ് തന്നെ എടുത്തു നോക്ക്, പലർക്കും പല രീതിയിലാണ് അവർ മരുന്നെടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിനും പല രീതിയിലാണ് മരുന്നെടുക്കേണ്ടത്. അപ്പൊ പല ക്യാൻസർ പേഷ്യന്റിന്റെയും വോയിസ് കൊണ്ടിട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ചില ആൾക്കാർ, ചില യൂട്യൂബർമാര്, ചില ഈ വോയിസ് കൊടുക്കുന്ന ചില ക്യാൻസർ പേഷ്യന്റുകൾ, നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അവർ ക്യാൻസർ പേഷ്യന്റ് ആണോ എന്ന് പോലും അറിയത്തില്ല, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവർ ആ വോയിസ് ഇടുന്നത്. സത്യത്തിൽ ഒരു കുടുംബത്തിൽ, ഇപ്പൊ എന്റെ കുടുംബത്തിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉള്ളത് കൊണ്ട് എനിക്കറിയാം. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ രേണുവിന്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ളത് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ട് അവർ മുന്നേ ഇത് പറഞ്ഞില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വരുന്ന നെഗറ്റീവ് എന്നൊക്കെ. അവർ നേരത്തെ അവരുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ക്യാൻസർ രോഗമുണ്ട്, അത് പ്രശ്നമാണ്. അവിടെ നിന്നും അത് പടർന്ന് ശ്വാസകോശത്തിലേക്കും അതോടൊപ്പം തന്നെ ഹാർട്ടിന്റെ ഭിത്തികളിലേക്കും പിന്നെ അശത്തിന്റെ ഉള്ളിലേക്കും ഒക്കെ കടന്നിട്ടുണ്ടെന്നും അത് പടർന്നിട്ടുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അപ്പൊ അതിന് പറ്റിയ മരുന്നാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അവരിപ്പോ പോകുന്നത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെയാണ്. അപ്പൊ അവരെ ഇങ്ങനെ വെച്ച് ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നത് ശരിയാണോ? ഇനിയിപ്പൊ ഞാൻ കടകം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു വരുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ ആ രീതിയിലാണ്. അവർ മരുന്ന് കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. പിന്നെ ഇപ്പോഴും വന്ന് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ അടിച്ചിരുത്തുന്നതിനോട് ഒരു താല്പര്യവും എനിക്കില്ല. പിന്നെ അവരൊരു വീഡിയോ എടുത്തിട്ടിരുന്നു. ആ കുടുംബത്തിന്റെ നിസ്സഹാവസ്ഥയാണ് അവർ ആ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് അവരെടുക്കുന്ന മരുന്നിന്റെ ഡീറ്റെയിൽ സഹിതം അവരുടെ അസുഖം എന്താണെന്ന് വരെ ഈ പറയുന്ന രേണുവിന്റെ ചേച്ചി വന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം അതൊന്ന് കേട്ടു നോക്കി. എനിക്ക് അത്രയും മെഡിസിന് വില ആയിട്ടില്ല. രേണുവിന് പിന്നെ രേണു ഇത് രോഗം വരെ കള്ളത്തരവാന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചും തെറ്റായി ഇവര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പോലും തെറ്റായ ഒരു സന്ദേശമാണ് ഇവർ ഇതിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മളിപ്പോൾ ഈ ബ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവളുടെ രോഗം എത്രയും വേഗം ഭേദമാകാൻ വഴിപാട് കഴിക്കുന്ന ഒരുപാട് ആൾക്കാര്, നേർച്ച നേരുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി മാത്രമാണ്, അവർക്കൊന്നും ഇതൊന്നും സത്യാവസ്ഥ ബോധ്യമാകണം, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഈ ഒരു ഇഞ്ചക്ഷനാണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും ഇവിടെ ഇവർ പറയുന്നത് കണ്ടില്ലേ, ഇവിടെ ഓരോരുത്തർ വോയിസ് ഇട്ടത് ഇവരുടെ ക്യാൻസർ ഏത് തരമാണെന്ന് പോലും അറിയാത്തത് കൊണ്ടാണ് ഓരോരുത്തരും എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. അവർക്ക് ഇത്ര പൈസ ആയിട്ടില്ല, എന്തിനാണ് ഇത്ര 2 ലക്ഷം രൂപ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇതുമൂലം ഉണ്ടാകുന്നത് എന്താണ്? ഇവിടെ ഗവൺമെന്റ് ഫ്രീ കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഫ്രീ കൊടുക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ മരുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അവർ വെളിയിൽ പോയി അത് മരുന്ന് മേടിക്കണം, വേണ്ടേ? പിന്നെ എല്ലാവർക്കും ഫ്രീ ആണ്, എല്ലാവർക്കും അത് കിട്ടും എന്നൊന്നും ആരും പറയണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ രേണുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ മരുന്ന് RCC പോയാണ് മേടിച്ചത്. തിരുവനന്തപുരത്ത് തലേ ദിവസം പോയി അവർ ആ മരുന്ന് മേടിക്കണം, മേടിച്ച് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കണം. പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ ഈ മരുന്ന് കൊണ്ട് പോയിട്ട് ആ ഇഞ്ചക്ഷൻ എടുക്കണം. അതാണ് അവരുടെ അവസ്ഥ. അതിന് 2 ലക്ഷം രൂപയാകും. അതിന്റെ ബില്ല് സഹിതമാണ് ഈ പറയുന്ന രേഷ്മയുടെ സഹോദരി എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ ക്യാൻസറിന് വലിയ ചെലവുകളൊന്നുമില്ല,
ക്യാൻസർ മൂലം പിന്നെ ആൾക്കാർ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അവരെ സഹായിക്കേണ്ടതില്ല എന്ന രീതിയിലൊക്കെ ഒരു തെറ്റായ ഇൻഫർമേഷൻ ആണ് ജനങ്ങളിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യർക്ക് ചിലപ്പോൾ ഇത് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരിക്കും. ക്യാൻസർ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്, പല പല സ്റ്റേജാണ് ഇതിന്. അപ്പം പല രീതിയിൽ ഇവർക്ക് എന്താ പറയുക, ആശുപത്രിയിൽ പോയി പിന്നെ ചികിത്സ എടുക്കേണ്ടതായിട്ടുണ്ട്, അവർക്ക് പല മെഡിസിൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ചെലവ് വരും. ഈ ചെലവ് വരുമ്പോൾ ആൾക്കാർ സഹായിക്കണം. ആ സഹായം കൊടുക്കാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഒരു ഫ്രീ ആണ്, അല്ലെ ഇത്ര രൂപയെ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ഓരോരുത്തരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രേണുവിന്റെ രോഗവിവരം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ക്യാൻസർ അവരുടെ ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ കണ്ടെത്തി. അത് കഴിഞ്ഞതിന് ശേഷം അത് പടർന്നിട്ടുണ്ട്, അത് ശ്വാസകോശത്തിലേക്കും അതോടൊപ്പം തന്നെ ഹാർട്ടിന്റെ ഭിത്തികളിലേക്കും കശത്തിനുള്ളിലേക്കും അത് പടർന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഇതിനെ നശിപ്പിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മരുന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. അവർ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 6 കീമോ ചെയ്തതിന് ശേഷം 6 കീമോയിൽ ഈ മരുന്ന് ഉപയോഗിക്കണം. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു സർജറി പോലെ അവർക്ക് ചെയ്യണം. എന്നിട്ടും ഇത് കുറഞ്ഞില്ലെങ്കിൽ പിന്നെയും ഈ മെഡിസിൻ എടുക്കണം. അപ്പൊ നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കി, 6 പ്രാവശ്യം ഈ 2 ലക്ഷത്തിന്റെ വെച്ച് മരുന്ന് മേടിക്കണമെങ്കിൽ അവർക്ക് എത്ര രൂപ വേണ്ടി വരും? അവരെ സഹായിക്കുന്നവർ സഹായിച്ചോട്ടെ. നിങ്ങളോട് ആരോടും അവർ സഹായം ചോദിച്ചിട്ടുണ്ടോ? ഈ നെഗറ്റീവ് പറയുന്നവരോടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ നെഗറ്റീവായിട്ട് വോയിസ് ഇട്ട് അവരെ ഇപ്പോഴും ഇതാക്കുന്നവരോടൊന്നും അവർ ആ സഹായം ചോദിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? പിന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, നീ വല്ല പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന്. എടാ, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അറിഞ്ഞാൽ പോരെ? നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അത് നിങ്ങൾ എന്താ പറയുന്നത്, നീ കൊടുത്തോ എന്ന് ചോദിക്കുന്നില്ലേ? നിങ്ങൾ ആരും കൊടുക്കുന്നില്ലല്ലോ അവർക്ക് ഒരു പൈസയും. അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാനും മുമ്പേ രേണുവിനെ വിമർശിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അത് ഞാൻ എന്താണ്, അവരുടെ ആ തെറ്റ് കാണിച്ച സമയത്ത് ഞാൻ വിമർശിച്ചു. ഇന്ന് അവരുടെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് അവരൊരു രോഗം ബാധിച്ച് അവരൊരു കിടപ്പിലാകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു. ഇനി എനിക്ക് കുറച്ച് പറയാനുണ്ട്. പിന്നെ എന്നെ എന്ത് പറയുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് രേണുവിനെ കുറ്റം പറയുമ്പോൾ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരാണ് എനിക്ക് വേണ്ട. നിങ്ങൾ ഔട്ടായി പൊക്കോളൂ, അൺസബ് ചെയ്ത് പൊക്കോളൂ. ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥയും ഞാൻ പറയുന്നതിന്റെ ശരിയും മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവർ നിന്നാൽ മതി. അതേ ഉള്ളൂ. ബാക്കി കേട്ടു. ഈ ഒരു ഇഞ്ചക്ഷൻ ആണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ. ഇവിടെ ഇവർ ഈ കാണിക്കുന്ന ബില്ലുണ്ടല്ലോ, ഈ ബില്ലിന്റെ അകത്ത് അവരിങ്ങനെ കൈപിടിച്ച സമയത്ത് രേഷ്മ എന്ന് പറയുന്ന പേര് കാണുന്നില്ല. ഈ തങ്കച്ചൻ മാത്രമേ കാണുന്നുള്ളൂ. ഉടനെ അതുവരെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് തങ്കച്ചന്റെ ചികിത്സയുടെ ബില്ലാണ് എടുത്ത് കാണിക്കുന്നതെന്ന്. ഇവിടെ നിനക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ല. അതൊന്ന് സൂം ചെയ്ത് നോക്കടാ, ഞാൻ കാണിച്ചു തരാം. സൂം ചെയ്ത് നോക്ക്, രേഷ്മ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. ഇവർക്ക് വട്ടാണോ ഇവരുടെ രോഗം വെച്ചിട്ട് ഇങ്ങനെ പറയാന്? ഒരു സഹോദരി വന്നിട്ട് അത് എല്ലാം തെളിയിക്കേണ്ടതാ, മരുന്ന് വെച്ച് തെളിയിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, അവർ പറയുന്നത് സത്യമാണോ എന്ന്. ഇന്ന് നിങ്ങളുടെയൊക്കെ കയ്യിൽ ഈ കമന്റ് ഇടാൻ മൊബൈൽ ഉണ്ടല്ലോ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് അതിൻ്റെ അത് സത്യാവസ്ഥ ഉണ്ടോ എന്ന്. ഈ ഹെർ ടു പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്ക്. അതിന്റെ ടെസ്റ്റ് എന്താണെന്ന് നോക്ക്. അതിന്റെ എത്ര രൂപ ചെലവ് വരുമെന്ന് നോക്ക്. ആ മരുന്ന് എന്താണെന്ന് നിങ്ങൾ നോക്ക്. എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവർ പറയുന്ന കേട്ടു ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഈ ഒരു ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. അതെ, 5000 രൂപയ്ക്ക് ആ ഒരു ഇത് മെഡിസിൻ കിട്ടുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ വോയിസ് ഇട്ടവരെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് പോയി മേടിക്കാമല്ലോ. ഈ പറയുന്ന യൂട്യൂബിന്റെ വരുമാനവും പിന്നെ കുറെ പേര് സഹായിച്ച കാശ് കൊണ്ടായിരിക്കുമല്ലോ അവരിപ്പം കടന്നു പോകുന്നത്. അവരുടെ ചെലവ്, അതോടൊപ്പം തന്നെ മെഡിസിന്റെ ചെലവ്, അവരുടെ പോക്ക് വരവ്, ഇതൊക്കെ ഒരു വീട്ടിൽ ക്യാൻസർ ഉള്ളവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ രേണു അന്നുണ്ടാക്കിയ കാശൊക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇതിനകത്ത് ചെലവാക്കിയിട്ടുണ്ടാകാം. അറിയില്ല, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കറിയില്ല അതെന്താണെന്ന്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ പോയി പിന്നെ നീ അന്ന് അത് അങ്ങനെ ചെയ്തല്ലോ, നീ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ്? മുമ്പ് അവർ കാണിച്ചിട്ടുണ്ട്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. തെറ്റ് വരാത്തവരായിട്ട് ആരുണ്ട് ഈ ലോകത്ത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല.
അപ്പൊ അവരുടെ ജീവിതത്തിൽ അവർ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അഹങ്കാരത്തോടു കൂടോ അവർ ചെയ്ത തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവരുടെ രോഗം വെച്ചും അവർ ആ കിടക്കശയിലേക്ക് കിടന്നുകൊണ്ടും പിന്നെ എന്താ പറയുക ഒരു കീമോ എടുത്തോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താകും എന്നറിയാമോ? അത് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അത്രമാത്രം ക്ഷീണമായിരിക്കും, ശരീരം അത്രമാത്രം നമ്മളെ അങ്ങ് തളർത്തും. പിന്നെ അതൊന്ന് എഴുന്നേറ്റ് പറഞ്ഞെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് രേണു തന്നെ പറയുന്നുണ്ട് കീമോ വന്നിട്ട് കിടപ്പാണെന്നും ഇനി ഛർദില് അതോടൊപ്പം തന്നെ ലൂസ് മോഷൻ അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ആ പുള്ളിക്കാരി അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും കാണാതെ വെറുതെ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റായ ഒരു കാര്യം ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയും പുണ്യവാളനും പുണ്യവാളത്തിയുമാക്കാനായിട്ട് വന്നതല്ല. ഇവിടെ നടക്കുന്ന തെറ്റുകൾ എന്താണോ അത് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇപ്പോഴിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് സഹായം കിട്ടേണ്ടതായിട്ടുള്ളത് നിങ്ങളായിട്ട് നശിപ്പിച്ച് കളയുകയാണ്. ഓക്കെ, ബാക്കി പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് ഇങ്ങനെ നിങ്ങൾ ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ പാവം പിടിച്ച കുറെ പേരുണ്ട് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ചികിത്സിക്കുന്നത്. ഇവിടെ ക്യാൻസർ രോഗത്തിന് ഒരു ചെലവുമില്ല എന്ന് നിങ്ങൾ സമൂഹത്തിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? അവർക്ക് ആരാണ് സഹായം ചെയ്യുക? അതുകൊണ്ട് തന്നെ കുറെ യൂട്യൂബർമാരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരാളെ അടിച്ചു താഴ്ത്താൻ മാത്രമേ നിങ്ങൾക്ക് വ്യൂ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ വിടുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ബാക്കി അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല ടൈപ്പാണ്. ഇപ്പോൾ HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആൻറ്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവർക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവായ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രം ആവശ്യമുള്ളൂ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മെഡിസിൻ ഇതാണ്. നിങ്ങൾ പറയുന്നുണ്ട് കീമോ, ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ, ഇതിൻ്റെ വില അതേണ്ട നിങ്ങൾ കണ്ടോ? ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. ഇത് അതല്ല, ആ മെഡിസിൻ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത് ടാർഗറ്റഡ് തെറാപ്പിക്ക് കൊടുക്കുന്ന ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആൻറ്റിബോഡി ഇഞ്ചക്ഷനാണിത്. ഇതിൻ്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ നിങ്ങൾ പറഞ്ഞ മെഡിസിൻ ആണോ ഇതെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറേ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരാളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ കേട്ടല്ലോ അവർ പറയുന്നത്. പിന്നെ വോയിസ് ഇട്ടവര് അവർക്കും ഇതൊക്കെയാണ്, ഇങ്ങനത്തെ ഒരു ക്യാൻസർ ആണെന്ന് അവർ പറയുമ്പോൾ ഇവിടെ ഈ പറയുന്ന രേണുവിന്റെ സഹോദരി പറഞ്ഞ പോലെ തന്നെ അതെന്താണ് നിങ്ങൾക്ക് വന്നത്, ഈ HER2 പോസിറ്റീവ് തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും. HER2 പോസിറ്റീവായിട്ട് ആർക്കെങ്കിലും ഈ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. ഓക്കെ, തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ കടന്ന് പരത്തിക്കൊണ്ട് ഒരു കുടുംബത്തെയും അതോടൊപ്പം തന്നെ എന്താ പറയുക ഈ രോഗത്തെയും ഈ രോഗം ബാധിച്ച ആൾക്കാരെയും സഹായിക്കുന്നത് കൂടെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ രേണു പറയുന്നുണ്ട് രേണുവിന്റെ കൊച്ചിന് വേണ്ടി രേണുവിന് ജീവിക്കണമെന്ന്. ആ കൊച്ചിന് വേണ്ടിയെങ്കിലും ആ പുള്ളിക്കാരിയെ ഇപ്പോൾ വെറുതെ വിടും. ഞാൻ മലക്കം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എങ്ങനെ തന്നെ നിങ്ങൾക്ക് തോന്നിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ചെയ്യുമ്പോൾ കുറച്ച് പേർക്കുള്ള മറുപടി കൂടെ ആയിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും